എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 1974 പുറത്തിറങ്ങിയ തുമ്പോലാർച്ച എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ്. എക്സൽ പ്രൊഡക്ഷന്റെ ബാനറിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത സിനിമയാണ് തുമ്പോലാർച്ച. വടക്കംപാട്ടിലെ വീരനായികയായ തുമ്പോലാർച്ചയെ കുറിച്ചിട്ട് ചലച്ചിത്ര ഭാഷ്യം നൽകിയത് ശാരംഗപാണിയാണ്. 1974 ആഗസ്റ്റ് 23-ാം തീയതിയാണ് ഈ ചിത്രം പ്രദർശനത്തിനെത്തിയത്. അഭിനയിച്ചിരിക്കുന്നവര് പ്രേം നസീർ, ഷീല, തിക്കുറിശി, ഉമ്മർ, ശ്രീവിദ്യ, അടൂർ ബാസി, സുമിത്ര, SP പിള്ള, അടൂർ പങ്കജം മുതലായവരാണ്. സംഗീതം ദേവരാജൻ മാസ്റ്ററാണ്. പടത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് തുമ്പോലാർച്ച. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൂവിയാണ് തുമ്പോലാർച്ച. അതിൽ നമ്മുടെ ഷീലയുടെ അഭിനയത്തിനെ പറ്റിയിട്ട് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. കിടിലം പെർഫോമൻസ് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് ട്വിസ്റ്റുകളും നല്ല ഒരു ഫൈറ്റും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അധികം ഫൈറ്റ് ഒന്നുമില്ല, കളരി ഫൈറ്റ് പരിപാടിയാണ്. അതിൽ ഷീലയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട സംഭവമാണ്. അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റാണ്. നമുക്ക് ഈ സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹം നോക്കാമോ? ആരോമൽ ഉണ്ണിയായിട്ടാണ് പ്രേം നസീർ അഭിനയിച്ചിരിക്കുന്നത്. ഷീല അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രമാണ് തുമ്പോലാർച്ച എന്ന് പറയുന്നത്. തുമ്പോലാർച്ചയുടെ മുറച്ചെറുക്കനാണ് പ്രേം നസീറിന്റെ കഥാപാത്രമായിട്ടുള്ള ആരോമൽ ഉണ്ണി. ആരോമലുണ്ണിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസുകളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മുറച്ചെറുക്കനാണ്. ഇവര് തമ്മിൽ അഗാധമായിട്ടുള്ള പ്രണയത്തിലാണ്. അടൂർ ബാസിയും പ്രേം നസീറും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ പലതും അതിഗംഭീരമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. തറവാടുകളിൽ ഒന്നാണ് ഷീലയുടെയും പ്രേം നസീറിന്റെ ഒക്കെ. നമുക്ക് വടക്കംപാട്ടുകൾ കേൾക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ അവിടെ അതിന്റെ പേരുകളെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. അത് ഒരുപാട് സമയങ്ങൾ വേണം. അത്രയും ഒരു ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. എങ്കിലും അത്യാവശ്യം വേണ്ട കുറച്ച് കഥയുടെ സംഗ്രഹം. ഷീലയുടെ തുമ്പോലാർച്ചയുടെ മുറച്ചെറുക്കനാണ് ആരോമലുണ്ണി. അപ്പൊ ഇവര് തമ്മിൽ നല്ല പ്രണയത്തിലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം തുമ്പോലാർച്ചയുടെ ഗ്രഹത്തിലേക്ക് ഒരു വളരെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയും അച്ഛനും കൂടിയിട്ട് കടന്നു വരികയാണ്. ശ്രീവിദ്യയാണ് കഥാപാത്രം. ആ സമയത്ത് ആ പേരൊന്നും റിവീൽ ചെയ്യുന്നില്ല. അവിടെ വരുന്നു. അപ്പൊ അഭയം ചോദിക്കാണ്, ഈ രാത്രി ഒന്ന് തങ്ങാൻ ഇടം തരുകയോ എന്നുള്ള അഭയം ചോദിക്കണം. പൂർണ്ണ ഗർഭിണിയാണ്, പ്രസവ വേദനകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഷീലയോട് വന്ന് കാര്യം പറയുന്നു. അപ്പൊ ഷീല പറയുന്നു, ആയിക്കോട്ടെ താമസിച്ചോട്ടെ എന്ന് പറയുന്നു. അപ്പൊ ഷീല ചോദിക്കുന്നുണ്ട് ഇവരോട്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്രസ്സോ പേരോ ഒന്നും അല്ല പറയുന്നത്. അങ്ങനെ ശ്രീവിദ്യയുടെ കഥാപാത്രം അവിടെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ശ്രീവിദ്യയും ഈ അച്ഛനും കടന്നു കളയാണ്. അപ്പൊ അവിടുന്ന് അവര് മുങ്ങി. ഷീലയുടെ തോഴിമാരും ബാക്കിയുള്ള എല്ലാവരും വന്ന് പറയാണ്, ഇപ്പൊ അച്ഛനൊക്കെ ഇപ്പൊ വരും, അവർ കുറച്ച് നാളായിട്ട് വേറൊരു ദേശത്തേക്ക് പോയിരിക്കുകയാണ്, അപ്പൊ അവരിപ്പോ വരും, അപ്പൊ നാട്ടുകാരെല്ലാവരും ഇത് തെറ്റിദ്ധരിക്കും, നീ പ്രസവിച്ചതാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അച്ഛനും അമ്മാവന്മാരും ഒക്കെ കൂടെ വരുന്നു. അപ്പൊ ഈ കുട്ടിയെ കാണുന്നു. അപ്പൊ അവര് പറയാണ്, നിങ്ങൾ ഇത് ആരുടെ കുട്ടിയാണോ ചോദിക്കുന്നു. അപ്പൊ ഷീല ഉണ്ടായ കാര്യം പറയുന്നുണ്ട്. കുറച്ച് മടിച്ചിട്ടാണ്, ടെൻഷനായിട്ടൊക്കെയാണ് പറയണത്. അപ്പോൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ കാര്യങ്ങൾ പറയുമ്പോൾ ഇവര് ചോദിക്കാണ്, ഈ വക വർത്തമാനങ്ങളൊന്നും നാട്ടുകാര് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം, അങ്ങനെയുള്ള അഭിമാനമൊക്കെയാണെന്ന് പറയുന്നു. അപ്പൊ ഈ കുഞ്ഞിനെ കൊന്നുകളയാനൊക്കെയാണ് അവര് പറയുന്നത്. അപ്പൊ അതിനോടൊന്നും ഷീല യാതൊരു തരത്തിലുള്ള യോജിപ്പും, ഷീലയുടെ കഥാപാത്രമായിട്ടുള്ള തുമ്പോലാർച്ച യാതൊരു തരത്തിലും യോജിക്കുന്നില്ല. അവർ ആ കുട്ടിയെ വളർത്താൻ തന്നെ ഉള്ളൊരു തീരുമാനത്തിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോമലുണ്ണി വളരെ ബുദ്ധിപൂർവമായിട്ട് ആ രംഗങ്ങളൊക്കെ പാണനെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് വടക്കംപാട്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ ഈ പാട്ടുപാടി നടക്കുന്ന പാണൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ പാണനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ബുദ്ധിപൂർവം ആരോമലുണ്ണിയുടെ അച്ഛനെ, അതായത് തിക്കുറിശിയെ ഇവരുടെ അടുത്തേക്ക് വിവാഹാലോചനയ്ക്ക് ചെല്ലണം. അപ്പൊ അവരുടെ തിക്കുറിശി പറയുന്ന ഒരു വേർഡുണ്ട്, അവനുള്ള തന്നെയാണ്, ചൂടാറും മുമ്പേ അവൻ എടുത്തോട്ടെ എന്നൊക്കെ ഉള്ള ഒരു ഭാഷയൊക്കെ പറഞ്ഞു. നല്ല രസമായിട്ടാണ് അതൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഇവര് പോയിട്ട് പെണ്ണാലോചിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയും, അപ്പൊ തുമ്പോലാർച്ചയുടെ അച്ഛൻ പറയുന്നുണ്ട്, വേലക്കാരിയുടെ കുട്ടിയാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ അമ്മ അകത്തേക്ക് വരുന്ന സമയത്ത് ഷീലയുടെ തോഴിയും കൂടി നിന്ന് സംസാരിക്കുന്നു. അപ്പൊ അവര് കാര്യം പറയുന്നു. അപ്പോഴത്തേക്കും അച്ഛൻ കയറി വന്ന് പറയുന്നു, നിങ്ങൾ എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറയാതിരുന്നത്, ഇന്നതാണ് കാര്യം എന്ന് പറയാണ്. അപ്പൊ തിക്കുറിശിയുടെ വൈഫും കൂടിയിട്ട് പറയാണ്, ഞങ്ങൾ എന്തായാലും ആരോമലുണ്ണിയോടും കൂടിയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയാം. കാരണം അവർക്കത് അത്ര വിശ്വാസയോഗ്യമായിട്ടില്ല ഈ പറഞ്ഞത്. കാരണം രണ്ടു തരത്തിൽ, ആദ്യം പറഞ്ഞത് നുണയാണ്, അപ്പൊ രണ്ടാമത് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. അതിനുശേഷം ഇവര് ആരോമലുണ്ണിയോട് പറയാന്ന് പറഞ്ഞിട്ട് പോകുന്നു.
അപ്പൊ അങ്ങനെ ആരോമലുണ്ണിയോട് പറയുമ്പോൾ ആരോമലുണ്ണിക്ക് പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ പക്ഷെ എന്നിട്ട് ആരോമലുണ്ണി ഷീലയുടെ അടുത്തേക്ക് വരികയാണ്, തുമ്പോലാർച്ചയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അവൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പൊ ഇവൻ വരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞ് കളിയാക്കലൊക്കെ ഉണ്ട്. കാരണം വലിയ വീട്ടിലെ എല്ലാവരും അബദ്ധം കാണിച്ചാലൊക്കെ അവിടുത്തെ വേലക്കാരനോ വേലക്കാരിക്കൊക്കെയാണ് അതിന്റെ ദോഷം, അതൊക്കെ അവരുടെയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ഇവൻ കേട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഷീല പറയുന്നതും ഷീല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, തുമ്പോലാർച്ച ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ആരോമലുണ്ണിക്ക് ഇങ്ങനെ വിശ്വാസയോഗ്യമെന്നാവുന്നില്ല. അപ്പൊ ഷീലയുടെ ആ സമയത്തെ പെർഫോമൻസ് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഷീല ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ പ്രേം നസീറിന്റെ കഥാപാത്രം, അതായത് ആരോമലുണ്ണി പറയാണ്, നാട്ടുകാരും വിശ്വസിച്ചില്ല, പിന്നെ ഞാൻ മാത്രമേ എങ്ങനെ വിശ്വസിക്കാനാന്നൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു പോവാനാണ്. അപ്പൊ മനസ്സിലായല്ലോ നമുക്ക് ഈ പ്രേം നസീറും ഇത് വിശ്വസിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഷീല വളരെ ഡെസ്പായിട്ട് തന്റെ തോഴിയോട് പറയാണ്, എല്ലാവരും എന്നെ എതിർത്തപ്പോഴും ഇദ്ദേഹം എന്റെ കൂടെ നിൽക്കുമല്ലോ എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് പറഞ്ഞത്. ആ എക്സ്പ്രഷൻസ് ഒക്കെ കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ആരോമലുണ്ണി തന്റെ തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പൊ അവിടെ എത്തുമ്പോൾ തിക്കുറിശി പറയാണ്, ഞാൻ നിന്നോട് ചോദിക്കാണ്ട് തന്നെ ഒരു വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ ശരി, ഓക്കെ, അത് പ്രേം നസീർ സമ്മതിക്കുന്നു, അത് ആരോമലുണ്ണി സമ്മതിക്കുന്നു. അങ്ങനെ ഇത് തുമ്പോലാർച്ച അറിയാണ്. തുമ്പോലാർച്ച അറിയുമ്പോൾ തുമ്പോലാർച്ചയ്ക്ക് ഒരുപാട് ഭയങ്കര വിഷമം ഉണ്ടാകുന്നു. എന്നെ അദ്ദേഹം ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ ഈ സംഭവം മാറുകയാണ്. അങ്ങനെ മാറി വിവാഹം നടന്നു വരുമ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ ഈ ഫ്രണ്ടിൽ കൂടെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ കൂടെ വഞ്ചിയില ആ പഴയ കാലഘട്ടത്തിലെ അരയന്ന തോണിയിൽ ഇങ്ങനെ വധുവും വരനും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇപ്പുറത്തെ മണ്ഡപത്തിൽ, അതായത് ഇവളുടെ മട്ടുപ്പാവിൽ നിന്നിട്ട് ഈ കുട്ടീനെയും പിടിച്ചിട്ട് ഷീല കാണുകയാണ്. അവന്റെ ഒപ്പം വിവാഹം കഴിഞ്ഞിട്ടിരിക്കുന്നത് നേരത്തെ ഈ കൊച്ചിനെ പ്രസവിച്ചു പോയിട്ടുള്ള അതേ സ്ത്രീ തന്നെയാണ്. അപ്പൊ ഇത് വല്ലാണ്ട് തുമ്പോലാർച്ചയ്ക്ക് ശരിക്കും ഒരു മാനസികമായിട്ട് വളരെ പ്രയാസം ഉണ്ടാക്കുന്നു. തുമ്പോലാർച്ചയ്ക്ക് ഇത് കാണുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ സീനൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ തോഴിമാർ അവിടെ ഉണ്ട്, തോഴിമാരെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നു. അതിനുശേഷം ഇവരുടെ ആദ്യത്തെ ദിവസം രാത്രി കാണിക്കുന്ന നേരത്ത് പ്രേം നസീറിന്റെ ആരോമലുണ്ണി ഇവളോട് പറയാണ്, കുഞ്ഞുനീലി എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര്. ആ കുഞ്ഞുനീലിയോട് പറയാണ് ഇന്ന പോലെയൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇപ്പോ ഏട്ടനൊരു പെങ്ങൾ ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ ആ നിങ്ങളുടെ ഉമ്മറത്ത് ഏതോ ഒരു സ്ത്രീയെ, ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ അവിടെ വന്നിട്ട് കൈക്കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുവോ, ഈ കുട്ടി നിങ്ങളുടെ പെങ്ങളുടെ ആണെന്ന് വിശ്വസിക്കുവോ, ആ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നുള്ള രീതിയിൽ ഇവളും പറയാണ്. അപ്പോ അങ്ങനെ അവിടുന്ന് കഥ ഇത് കഴിയുന്നു. അപ്പോഴത്തേക്കും തുമ്പോലാർച്ചയുടെ തറവാട്ടുകാർക്ക് ഇത് ഭയങ്കര ക്ഷീണമായിട്ട് മാറണം. അപ്പൊ തന്റെ സ്വത്തുക്കൾ മുഴുവൻ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ആരോമലുണ്ണിയെക്കാളും നല്ല തികഞ്ഞൊരു അഭ്യാസിയെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് തറവാട്ടുകാർ വരികയാണ്. അപ്പൊ വടക്കമ്പാട്ടുകളിലേക്ക് നമ്മുടെ ചന്തു ഉണ്ടല്ലോ, ചതിയൻ ചന്തു എന്ന് നമ്മൾ പറയുന്ന ആ ചന്തു, അപ്പൊ ആ ചന്തുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്നുള്ളൊരു ധാരണയിലേക്ക് ഇവർ വരികയാണ്. ചന്തുവിന്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഉമ്മറാണ്. അപ്പൊ ഇവരെല്ലാരും കൂടി ഉമ്മറിന്റെ തറവാട്ടിലേക്ക്, ചന്തുവിന്റെ തറവാട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ചന്തു പറയുന്നുണ്ട്, ഞാനൊരിക്കൽ നിങ്ങളുടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നതാണ്, അപ്പൊ നിങ്ങൾ എന്നെ ആട്ടി ഓടിച്ചു, ഇനി എന്തൊക്കെയാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തരാന്ന് ചോദിക്കുന്നു. അപ്പൊ ചന്തു പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ കൊല്ലണം, അതേപോലെ തന്നെ തൃപ്പങ്ങോട്ടപ്പന്റെ ഉമ്മറത്ത് വെച്ചിട്ട് ശപഥം ചെയ്യണം, എനിക്ക് ഇതുവരെ എന്റെ ചരിത്രം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇവള് സത്യം ചെയ്യണം. നമ്മുടെ തുമ്പോലാർച്ച സത്യം ചെയ്യണം. ഇത് രണ്ടുമാണ് പറയുന്നത്. പിന്നെ ഇവരുടെ സ്വത്തുക്കൾ, ഇതൊക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഇവർ അംഗീകരിക്കുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് അപ്പൊ ഉമ്മറും വന്നു. ഇപ്പൊ ഇവര് ഷീലനെ കാണാൻ വന്നിരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവസാനം ഷീല ഒരു കാര്യം പറയാണ്, തൃപ്പങ്ങോട്ടപ്പന്റെ ഉമ്മർത്ത് വെച്ചിട്ട് ഞാൻ സത്യം ചെയ്യും, പക്ഷെ എന്നെ ആയുധാഭ്യാസത്തിൽ തോൽക്കുന്ന ഒരാൾക്ക് മാത്രമേ എനിക്ക് പുടവ തരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിബന്ധനയും കൂടി വെക്കണം. ആയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ തൃപ്പങ്ങോട്ടപ്പന്റെ ഉമ്മറത്ത് ഇവള് അഗ്നിശുദ്ധി വരുത്തി സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു. ഇതിലൊക്കെ പാസ്സാവുന്നു. പിന്നെ ഒരു അതിഗംഭീരമായിട്ടൊരു 10-15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നല്ല കളറിപ്പേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവള് വെല്ലുവിളിക്കുന്നുണ്ട്, എന്നെ അപഹാസ്യം പറഞ്ഞ ആൾക്കാരെ, അങ്ങനെ നട്ടലുള്ള ആണുങ്ങളുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വെല്ലുവിളിച്ച് എല്ലാവരെയും വാൾപ്പയറ്റിലും അസാധ്യ പെർഫോമൻസ് ആണ് കേട്ടോ. വാൾപ്പയറ്റ്, അതേപോലെ നമ്മുടെ ഉറുമി
ഉറുമി വീശിലൊക്കെ അതിഗംഭീര പെർഫോമൻസ് ആണ് ഷീല കാഴ്ചവെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കഴിഞ്ഞിട്ട് ഉമ്മറിന്റെ കഥാപാത്രം, അതായത് ചന്തു വരികയാണ്. ഷീലമായിട്ട് യുദ്ധം ചെയ്യുന്നു, അതായത് വാൾപ്പയറ്റും ഉറുമി വീശിലൊക്കെ ചെയ്യുന്നു. അവസാനം ചന്തുവും തോൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറെ 2 കഥാപാത്രന്മാരാണ്. പാണന്റെ 2 മക്കള് വരികയാണ്. പാണന്റെ 2 മക്കൾ ഇതിനു മുമ്പ് ഈ വിളംബരൊക്കെ കേട്ടിട്ട് നേരത്തെ സീനുകളൊക്കെ ഉണ്ട്, ചുരുക്കി പറഞ്ഞു പോകുന്നുണ്ട് ഞാൻ പറയുന്നത്. പാണന്റെ മക്കള് രണ്ട് പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 പേര് വരികയാണ്. അതും പ്രേം നസീർ തന്നെയാണ്. അടൂർ ബാസി ആണ് കൂടെ തന്നെ ഉള്ളത്. അങ്ങനെ അവരുടെ അതില് പ്രേം നസീറിന്റെ കഥാപാത്രം ഒരു പാണനായിട്ടും അതേപോലെ വളർന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ അവരും തമ്മിലുള്ള ഒരു യുദ്ധത്തില് ഈ പാണൻ തീറും നമ്മുടെ തുമ്പോലാർച്ചയും തമ്മിൽ യുദ്ധം ചെയ്യാണ്. അപ്പൊ അതില് പ്രേം നസീർ ജയിക്കും. അപ്പൊ അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ തുമ്പോലാർച്ച ഇവന്റെ അടുത്തുനിന്ന് പുടവ വാങ്ങും. ഞാൻ ഇനി നിന്റെ ഭാര്യയാണ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ വരും. അപ്പം തുമ്പോലാർച്ചയുടെ കുടുംബക്കാര് പറയും ഇത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്, ഇത്രയും രാജകുമാരിയായിട്ടിരിക്കുന്ന നീ ഇങ്ങനെ പാണ കുടുംബത്തിലേക്ക് പോകുക, അങ്ങനെയൊക്കെ ഉള്ളൊരു വർത്തമാനമൊക്കെ വരുന്നു. അതുകൊണ്ട് കാര്യമില്ല, ഇദ്ദേഹം ഏറ്റവും വലിയ വീരനാണ്, എല്ലാവരും തോൽപ്പിച്ചുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ വന്നിട്ട് അങ്ങനെ പോകുന്നു. പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗംഭീരമായിട്ടുള്ള രീതികളാണ് പിന്നീടുള്ള സിനിമകൾ പോക്ക്. ഒറ്റ വാക്കിൽ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അങ്ങനെ വിവാഹം കഴിച്ച് പാണന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഇവള് നല്ലൊരു അച്ചടക്കമുള്ളൊരു മരുമോളും ഇതൊക്കെ ആയിട്ട് മാറുകയാണ്. അപ്പൊ തന്നെ പ്രേം നസീർ പറയാണ് എനിക്കിപ്പൊ തന്നെ അവിടെ പോകണം, എനിക്ക് അവിടെ ഒരുപാട് ജോലികളുണ്ട്, എനിക്കത് തീർത്തിട്ട് ഞാൻ പൂത്തിരുവാതിരയ്ക്ക് ഞാൻ വരാം, അപ്പൊ നമുക്ക് എന്തായാലും കാണാന്ന് പറയുന്നു. അപ്പൊ അതിനിടയിൽ ഉമ്മർ ചന്തുവും ഈ തുമ്പോലാർച്ചയുടെ വീട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഇത് ശരിയാകത്തില്ല, അപ്പൊ പെട്ടെന്ന് ഇവളെ കൊണ്ടുവരാം എന്നുള്ള പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ ഇവളെ പാണന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്ന സമയത്ത് പിന്നീട് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളും പ്രേം നസീറിന്റെ കുറെ പെർഫോമൻസുകളും അടൂർ ബാസിനും നാടകീയമായിട്ടുള്ള രംഗങ്ങൾ ഒക്കെ കോമഡിയും എല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള നമ്മൾ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഈ ട്വിസ്റ്റുകളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിലൊരു കൊച്ചു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ആ കുട്ടീനെ ഉമ്മർ ഇതിനിടയിൽ കൊല്ലുന്നുണ്ട്. അത് ഇവരുടെ ഈ വാൾപ്പയറ്റിനൊക്കെ മുമ്പ് ഇവളെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം നേരെ പിന്നെയും മുന്നോട്ട് കഥ സഞ്ചരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് എത്തണ സമയത്ത് ശ്രീവിദ്യ, ഉമ്മർ, പ്രേം നസീർ, അടൂർ ബാസി ഈ കുടുംബങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് ഈ സിനിമ. എന്നോട് ഈ സിനിമയെ പറ്റിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഴയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് തുമ്പോലാർച്ച. അതിൽ ഷീലയുടെ അഭിനയം അതിഗംഭീരമായിട്ട് ഉള്ള പെർഫോമൻസ് ആണ്. ഉമ്മറിന്റെ അഭിനയം ഒന്നും പറയാനില്ല. ചന്തുവായിട്ട് അദ്ദേഹം കസറിയിട്ടുണ്ട്. അതേപോലെ പ്രേം നസീർ, എന്താ പറയാ, എന്ത് ഭംഗിയാന്നറിയോ ആ മനുഷ്യനെ ആ പടത്തിൽ കാണാനായിട്ട്. ആരോമലുണ്ണിയൊക്കെ ആയിട്ട് വേറൊരാളെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്ര രസമാണ്. ആ ഒരു പ്രൗഢിയും ആ ഒരു ഭംഗിയും ആ ഒരു മെയ്വഴക്കൊക്കെ സമ്മതിച്ചു. നിത്യഹരിത നായകൻ എന്നൊക്കെ പറഞ്ഞ പുള്ളി തന്നെ. അതിനെക്കാട്ടും വലിയ ഒന്നും പറയാനില്ല. അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. എനിക്ക് തോന്നുന്നു അന്നത്തെ ഹിറ്റുകളിലെ ഏറ്റവും വലിയ ഹിറ്റുകളുള്ള ഒരു സിനിമ തന്നെയാണ് തുമ്പോലാർച്ച എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ഈ സിനിമ വാച്ച് ചെയ്യുക. അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ യൂട്യൂബിൽ കിടപ്പുണ്ട്, കണ്ടിട്ട് അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.